ഹലോ, ഞാൻ ഇന്ന് എനിക്ക് അറിയുന്ന ഒരാളെ കാണാൻ പോയി. അറിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എനിക്ക് വർഷങ്ങളായി അറിയാം. എന്നെ വളരെ ഇഷ്ടമാണ്. എനിക്കും ആളെ പേഴ്സണലി വളരെ ഇഷ്ടമായൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ആളെ കാണാൻ പോയി. ആളെ കണ്ടു. ഞാൻ ആളെ കുറേ വർഷങ്ങളല്ല, ഒരു 1 ഇയർക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആളിനെ കണ്ടപ്പം ആളുടെ ഒരു ഹാപ്പി മൊമെൻറ്റിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത്. അതുകൊണ്ടാണ് ആളെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ ചെന്ന് കയറുമ്പോൾ ആളെന്നെ കണ്ടപ്പോൾ ആളുടെ ഫേസ് ഭയങ്കര സാഡായി. അപ്പം എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. അപ്പം ആളെന്നോട് നോക്കിയിട്ട് ചോദിച്ചടാ, മുടിയെല്ലാം പോയല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ഒരു മാസമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഹെയർ ഫോളും ഭയങ്കര തിന്നിങ്ങും സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് മൈൻഡ് ചെയ്യാതെ പോവുക. ഇത് നമ്മുടെ കോൺഫിഡൻസ് ഹെയറിലല്ല ഇരിക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ തോട്ട്സിലൊക്കെയാണെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതൊരു പ്രശ്നമല്ലാണ്ട് ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ആൾ ഈ ടോപ്പിക് എടുത്തിട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ പിന്നെയും പുള്ളീനെ എടാ ഇത് ഭയങ്കര പോയല്ലോ, ഇതിനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിങ്ങൽ കത്തി തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നൈസായിട്ടിങ്ങനെ ഈ ഒരു ടോപ്പിക്ക് മാറ്റാം എന്നോർത്ത് ഞാൻ നിൽക്കുക. പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും, പല പ്രശ്നങ്ങൾ ടെൻഷനൊക്കെ കൊണ്ടാണ് ശരിക്കും ഈ മുടീൻ്റെ ഹെയർ ഫോൾ സംഭവിക്കുന്നത്. ഞാൻ മൈൻഡ് ചെയ്യാത്തത്, നമുക്കിതിലും പ്രശ്നങ്ങളുള്ളപ്പം ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഈ ഒരു റീസൺ ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പിന്നെ എന്തായിരിക്കും ടെൻഷൻ, അങ്ങനെ വീണ്ടും ആ ടോപ്പിക്കിലോട്ട് പോയി. അങ്ങനെ ഇരുന്ന് പിന്നെയും പുള്ളി ഈ ഒരു സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് വിട്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കാണ് ഉള്ളിൽ ആ ഒരു ടെൻഷൻ ഇങ്ങനെ വന്നു തുടങ്ങി. എന്ത് പറയും, ഇതിനൊരു റീസൺ നമുക്ക് പറയാനില്ല. ഇതിങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് ഞാനും കാണുന്നതാണ്. കണ്ണാടി നോക്കുമ്പം എന്നെ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതാണ്. പ്രത്യേകിച്ച് അതിലെടുത്ത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതെനിക്കറിയാം, ചിലപ്പം പുള്ളിക്ക് എന്നോട് ഭയങ്കരമായ കൺസേൺ ഉള്ളതുകൊണ്ടൊക്കെയാണ് ആളെൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷേ നമ്മളൊരിക്കലും ഒരാളെ കാണുമ്പം അവർക്ക് അടുത്തൊരു 10 സെക്കൻഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളൊരിക്കലും അവരോടത് പബ്ലിക്കലി പറയരുത്. അല്ലെ നമുക്ക് പറയണം, നമുക്ക് അത്ര കാര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മാറ്റി നിർത്തി പറയാം. ഒരിക്കലും നമ്മൾ അവരെ പബ്ലിക്കലി ഈ കാര്യം അവർക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ബട്ടൺസ്ഡ്, അല്ലെങ്കിൽ എന്താ മുടി മാറിയിരിക്കുന്ന, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചേഞ്ച് ചെയ്യാം അങ്ങനെ കേൾക്കും. പക്ഷെ അല്ലാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും പറയരുത്. ഈ ഒരു മിസ്റ്റേക്ക് എനിക്കും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാനത് അനലൈസ് ചെയ്തപ്പോഴും പലപ്പോഴും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ നിർത്തിയത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടഫ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പബ്ലിക്കലി നമ്മളൊരാളെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്തുമാത്രം ഫീലാവും എന്നുള്ളത്. അപ്പം ഞാനിത് വളരെ മെല്ലെ പഠിച്ചൊരു കാര്യമാണ്. അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് പറയണം തോന്നി എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇനി നമുക്കെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് മറ്റുള്ളവരുടെ ഡ്രോബാക്സ് കാണാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ മിക്കവാറും നമ്മളിലേക്ക് നോക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കും. അപ്പോൾ അത് പറയാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആരുടെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കാതിരിക്കുക. എല്ലാവർക്കും എല്ലാവരുടേതായ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ പോസിറ്റീവ്സ് ഉണ്ട്. പറയുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം പറയുക. ഈ നെഗറ്റീവ്സ് പറയുന്ന വലിയൊരു ക്രെഡിറ്റുള്ള കാര്യമോ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കണ്ടുപിടിക്കുന്നത്. എപ്പോഴും നമ്മൾ നല്ലത് തന്നെ പറയാൻ ശ്രമിക്കുക മറ്റൊരാളെ പറ്റി. അത് നമുക്ക് നല്ലതുണ്ടാവും, അവർക്ക് നല്ലത് തന്നെ വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാം.